അതിസാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ എന്തായാലും ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് കഴിയും. അത് കിട്ടുമ്പോൾ നന്ദി പ്രകടനമായും വൈകുമ്പോൾ പ്രതിഷേധമായും തന്നെ അത് പ്രതിഫലിക്കും. ഇതൊക്കെയാണ് മനുഷ്യസഹജമായി സംഭവിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, വാർദ്ധക്യം കൊണ്ട് തൊഴിലെടുക്കാനാകാത്തവർക്ക്, രോഗങ്ങൾ അലട്ടുന്നവർക്ക്, ഭിന്നശേഷിക്കാർക്കെല്ലാം പ്രതിമാസ പെൻഷനുകൾ ഒരു അനുഗ്രഹമാണ്. വെറും ഒരു സാമ്പത്തിക സഹായം എന്നതിലുപരി സാമൂഹിക സുരക്ഷയും ആത്മാഭിമാനവും നൽകുന്ന കാര്യം കൂടിയാണത്. അത് സർക്കാരുകളുടെ ചേർത്തുപിടിക്കലാണ് സമൂഹത്തിൻ്റെയും. കേരളത്തിലെ 62 ലക്ഷത്തോളം മനുഷ്യർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നാം പരിഗണനയായി നമ്മുടെ സർക്കാരുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. കേന്ദ്രത്തിൻ്റെ ഈ കണ്ട സാമ്പത്തിക ഉപരോധത്തിനെല്ലാം ഇടയിലും അത് തുടർന്നു കൊണ്ടുപോകുന്നതും ചെറിയ കാര്യമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് അതുവരെ കിട്ടാതിരുന്ന ക്ഷേമ പെൻഷനുകൾ പെട്ടെന്ന് നൽകിയ സർക്കാർ നീക്കത്തെയാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. അതങ്ങനെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അത് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ചില പാളിച്ചകളൊക്കെ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ആ വിമർശനം ഉയർത്തുന്നതിൽ രാഷ്ട്രീയമായ ന്യായവുമുണ്ട് താനും. ആർക്ക് മുന്നിലും കൈനീട്ടാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറാതിരിക്കട്ടെ എന്ന് RDX ആശിക്കുന്നു.